വിപുലമായ ഒരുക്കങ്ങളോടെ നടക്കുന്ന ഖത്തർ ദേശീയ ദിനാഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ട്രാഫിക് വിഭാഗവും സുരക്ഷാ സേനയും കാര്യമായ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ദേശീയ ദിനാഘോഷ പരേഡ് നടക്കുന്ന ദോഹ കോർണിഷിലേക്ക് മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ടെന്നീസ് കോംപ്ലക്സ്, റുമൈല റൗണ്ട് ബോട്ട്, ഷെറാട്ടൺ തുടങ്ങിയ വിവിധ പോയിന്റുകളിൽ നിന്നായി ബസ് ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. ദോഹ കോർണിഷിന് പുറമെ ഇത്തവണ ഏഷ്യൻ ടൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മിനി പരേഡും പ്രത്യേക പരിപാടികളും നടക്കും. ദേശീയ ദിനത്തോടനുബന്ധിച്ച് കാറുകളുടെ ആകൃതി മാറ്റുന്നതും നമ്പർ പ്ലേറ്റുകൾ മറച്ചുകൊണ്ട് പതാക പുതപ്പിക്കുന്നതും കാറുകളിൽ ഫോം സ്പ്രേ ചെയ്യുന്നതും മാസ്കുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മന്ത്രാലയത്തിലെ ഗതാഗത മീഡിയ ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ മുഹമ്മദ് റാദി അൽ ഹാജിരിയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ദേശീയ ദിന പരേഡിൽ ലഹ്വിയയും ഗതാഗത പെട്രോൾ സംഘവും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ലഫ്റ്റനന്റ് കേണൽ അഹമ്മദ് സാനി അൽ മുസാഫിരി പറഞ്ഞു. പരേഡ് കാണാനെത്തുന്ന പൊതുജനങ്ങൾ നേരത്തെ തന്നെ സുരക്ഷിതമായി പരേഡ് ഗ്രൗണ്ടിലെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾക്ക് അടിയന്തര സഹായം ആവശ്യമായി വന്നാൽ 999 എന്ന ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടാം. ആഘോഷത്തിനിടയിൽ കുട്ടികളെ കാണാതായാലും വിളിക്കുന്നയാളുടെ ലൊക്കേഷൻ സഹിതം ഈ നമ്പറിൽ തന്നെ ബന്ധപ്പെടാവുന്നതാണ്. കോർണിഷിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ സ്ട്രീറ്റുകളിലും സിഗ്നലുകളിലും ട്രാഫിക് പെട്രോളുകൾ പ്രവർത്തന സജ്ജമായിരിക്കും. വൈകുന്നേരം നടക്കുന്ന വർണ്ണാഭമായ വെടിക്കെട്ട് ആസ്വദിക്കാനായി കോർണിഷ് പൊതുജനത്തിനായി തുറന്നു കൊടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദോഹ.